ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് പോകുന്നത് വേറെ എവിടേക്കുമല്ല, ബാംഗ്ലൂർ വന്ന മസ്റ്റായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫേമസ് ബൊട്ടാണിക്കൽ ഗാർഡനായ ലാൽബാഗിലേക്കാണ്. അങ്ങനെ ലാൽബാഗിൻ്റെ ചുറ്റും ചെറുതായിട്ടൊന്ന് വഴി തെറ്റി നമ്മൾ എൻട്രി ചെയ്തത് സൗത്ത് ഗേറ്റിൽ നിന്നാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന പോലെ ലാൽബാഗ് എന്നുള്ളത് ജസ്റ്റ് ഒരു ഗാർഡനോ പാർക്കോ മാത്രമല്ല, ഇതിനുള്ളിൽ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതും 200 വർഷം പഴക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഏകദേശം ഒരു 240 ഏക്കർ ഉണ്ട് കേട്ടോ ഇത് ഫുള്ള് നടന്ന് കാണാനായിട്ട്. കൂടാതെ ഇവിടെ ട്രോപ്പിക്കലും സബ് ട്രോപ്പിക്കലുമായ ഒരുപാട് പ്ലാന്റ്സും ട്രീസും, അതും എത്രയോ സെഞ്ച്വറീസ് പഴക്കമുള്ള ട്രീസ് വരെ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ മാപ്പിൻ്റെ വഴിയും കാട്ടി നമ്മൾ ആദ്യം എത്തിയത് ഗ്ലാസ് ഹൗസിലേക്കാണ്. ആക്ച്വലി അതിൻ്റെ ഉള്ളിലാണ് സാധാരണ ഫ്ലവർ ഷോ ഒക്കെ വരാറ്. ഇപ്പം അതിൻ്റെ സീസൺ അല്ലാത്ത കാരണം അത് ഫുള്ള് എംപ്റ്റി ആയിട്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. ചുറ്റിലും നല്ല മരങ്ങളും ചെടികളൊക്കെ ഉള്ള കാരണം നമുക്കങ്ങനെ ക്ഷീണമൊന്നും തോന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ അവിടെ കുറേ ബെഞ്ചസും, അതുപോലെ തന്നെ അവിടെ ആ പുല്ലിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരുന്ന് കുറേ നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഞങ്ങൾ കണ്ടത് അവിടുത്തെ ഹോർട്ടിക്കൾച്ചറിൻ്റെ ഡയറക്ടറേറ്റ് ഓഫീസാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ എൻട്രി ഒന്നുമില്ല, ജസ്റ്റ് അതിന് മുമ്പിൽ പോയി ഫോട്ടോസ് എടുക്കുക, കാണുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കണ്ടത് ട്രീ സ്കൾപ്ചേഴ്സാണ് കേട്ടോ. അതും എത്രയോ പഴക്കമുള്ള ട്രീസിലാണ് അവർ ഈ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആക്ച്വലി അത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ, കാരണം എല്ലാവർക്കും ഒരു കൗതുകം കൊടുക്കുന്ന ഒന്നായിരുന്നു അത്. അങ്ങനെ നടക്കുമ്പോഴാണ് കേട്ടോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു ട്രഡീഷണൽ സോങ്ങും ഒരു വെറൈറ്റി ഡാൻസും ഒക്കെ ആയിരുന്നു കേട്ടോ. ആക്ച്വലി അത് അവൻ്റെ എന്തോ ഒരു സ്റ്റൈലും അവൻ്റെ ട്രഡീഷണൽ ഡാൻസ് എന്തോ ആണ്. അവൻ്റെ ഡ്രസ്സ് വേറെ ഒരു വെറൈറ്റി ആയിരുന്നു. നമുക്ക് ആ സോങ് കേട്ടിട്ട് മനസ്സിലായൊന്നുമില്ല. നമ്മൾ ആക്ച്വലി അത് ഒരു മണിപ്പൂർ സ്റ്റൈൽ എന്തോ ആണ്. കുറച്ച് നേരം അത് നോക്കിയിരിക്കാൻ നല്ല രസമായിരുന്നു അത്. നമ്മൾ പിന്നെ പോണ വഴിയിൽ കുറച്ച് പാമ്പിൻ്റെ പടമൊക്കെ കണ്ടു കേട്ടോ. ആക്ച്വലി അവർ ബിവെയർ ഓഫ് സ്നേക്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. സോ അത് കൂടെ നടക്കുമ്പോൾ നമ്മൾ എന്തായാലും സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. അങ്ങനെ ഒരുപാട് നേരം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനാണെങ്കിലും ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ. അതുപോലെ തന്നെ ഇവിടെ ചെറിയ വാട്ടർഫോളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ചുറ്റും നമുക്ക് ഇങ്ങനെ വാക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ രാവിലെ ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും ജോഗിങ്ങിനും ഒക്കെ ഇവിടെ വരാൻ പറ്റും. സോ നിങ്ങളും ബാംഗ്ലൂരൊക്കെ വരികയാണെങ്കിൽ ഒന്ന് ലാൽബാഗൊക്കെ ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യാത്തവരൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് സമയം അവിടെ ചിലവഴിക്കുക. ഓക്കെ, ബൈ.